ഇന്ന് കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് അച്ചാറുണ്ടാക്കി എടുക്കാം കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ആ മാങ്ങയെല്ലാം ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ ചേർക്കാണ്ട് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കുവാണേ. അത് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു കഷ്ണം കായം കൂടി ചേർത്ത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്ര ഇൻഗ്രീഡിയൻസ് ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാൻ ഓയിൽ ഒഴിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത ഉലുവയും കായവും കടുകൊക്കെയുള്ള ആ മിക്സും ചേർത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിതെല്ലാം ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം തിളച്ച വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തണുത്തിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാത്തവർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.